ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 5-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? മണ്ണിലും മരത്തിലും. ഉറക്കെ പറഞ്ഞോളൂ, മണ്ണിലും മരത്തിലും. അപ്പോൾ നമ്മളിന്ന് കുഞ്ഞിക്കിളിയെയും കുഞ്ഞിനെണ്ണാനെയും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മനോഹരമായ കഥകളും കവിതകളും ഒക്കെ കേട്ടാലോ? കൂട്ടുകാർക്ക് തിടുക്കമായോ? അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അധ്യായം 5, മണ്ണിലും മരത്തിലും. ഠും 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 ഠേ ഠേ. ഇടിവെട്ടി, കാറ്റ് വീശി, പെരും മഴ. കൂട്ടുകാരെ, കാക്കിരിക്കാട്ടിലെ മഴ പെയ്തു. അയ്യോ, വലിയ ഇടിവെട്ടി, നല്ല കാറ്റാണല്ലോ, പെരും മഴയും പെയ്തിറങ്ങുന്നുണ്ട്. കുഞ്ഞിക്കിളികളും കുഞ്ഞിനെണ്ണാനും തത്തമ്മയുമൊക്കെ കൂടുകളിൽ ഇരിക്കുകയാണ്. കുഞ്ഞിക്കിളി പേടിച്ച് കരയാൻ തുടങ്ങി. അമ്മേ, മഴ പെയ്യുന്നേ, എനിക്ക് പേടിയാകുന്നേ, നീ. കുഞ്ഞിക്കിളിയുടെ അമ്മ എവിടെ പോയതായിരിക്കും? കുഞ്ഞിക്കിളിക്ക് ആഹാരം തേടിപ്പോയതാണ് കുഞ്ഞിക്കിളിയുടെ അമ്മ. അപ്പോഴേക്കും കുഞ്ഞിനെണ്ണാൻ പറഞ്ഞു, ചിൽ ചിൽ, ഈ ചില്ലയിലേക്ക് പോരൂ, ഞാൻ കൂടെ കൂട്ടാം, പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം. കുഞ്ഞിനെണ്ണാൻ പറയുകയാണ്. അപ്പോൾ പേടിക്കണ്ട കേട്ടോ കുഞ്ഞിക്കിളി, നീ ഇങ്ങ വാ, എൻ്റെ ചില്ലയിലേക്ക് വന്നാൽ ഞാൻ പഞ്ഞി കൊണ്ട് നല്ലൊരു സുന്ദരമായ കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൂട്ടിൽ നിന്നെ കിടത്തിയിട്ട് പഞ്ഞി കൊണ്ട് നിന്നെ പുതപ്പിക്കാം, വന്നോ. ഇപ്പം നമ്മുടെ മിന്നി തത്തമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞിക്കിളി, മഴ നനയും, നീ ഇങ്ങ് വന്നേ, വായോ വായോ, ഈ പൊത്തിലേക്ക് വായോ. കുഞ്ഞിക്കിളി പറയുകയാണ്, അയ്യോ, എനിക്ക് പേടിയാണ്, എനിക്ക് പറക്കാനൊന്നും അറിയില്ലല്ലോ, ഞാൻ എങ്ങനെയാ വരിക? തത്തമ്മയുടെ കൂട് കണ്ടോ? തത്തമ്മയുടെ കൂട് പനമരത്തിൻ്റെ പൊത്തിലാണ്, കണ്ടോ? അതെല്ലേ, അപ്പം മഴ നനയാതെ തത്തമ്മയ്ക്കിരിക്കാമല്ലോ. കുഞ്ഞിക്കിളി നനയില്ലേ, അതുകൊണ്ടാ തത്തമ്മ കുഞ്ഞിക്കിളിയെ അവളുടെ കൂട്ടിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് കുഞ്ഞിക്കിളി പോയിട്ടുണ്ടാകുമോ? നോക്കാം. അയ്യോ, എന്താ കൂട്ടുകാരെ സംഭവിച്ചത്? കുഞ്ഞിക്കിളിക്ക് പോകാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെണ്ണാൻ എന്ത് ചെയ്തെന്നറിയാമോ? കുഞ്ഞിക്കിളിയെ കൂടെ കൂട്ടാൻ വേണ്ടി കുഞ്ഞിക്കിളി ഇരുന്ന ചില്ലയിലേക്കൊരൊറ്റ ചാട്ടം. ചാടിയതും കുഞ്ഞനെണ്ണാനും കൂടും എല്ലാം താഴേക്ക് വീണു. തത്തമ്മ പേടിച്ചു പോയി. മിനി തത്ത ഉറക്കെ വിളിച്ചു, അയ്യോ കുഞ്ഞിക്കിളി, കുഞ്ഞിക്കിളി, ഉറക്കെ വിളിച്ചു. എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അണ്ണാൻ ചില്ലയിലേക്ക് എടുത്ത് ചാടി. ചില്ലയിളകി, കൂടുമിളകി. അണ്ണാൻ താഴേക്ക് വീണു, കൂടും താഴേക്ക് വീണു, കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. കൂട്ടുകാരെ, പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്, ചിത്രം നോക്കി എഴുതിക്കോളൂ. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്ത് ചാടി, ചില്ല ഇളകി, കൂടിളകി. അണ്ണാൻ താഴേക്ക് വീണു, കൂടും താഴേക്ക് വീണു, കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. കുഞ്ഞിക്കിളിക്ക് ആഹാരവുമായി തിരിച്ചെത്തിയ അമ്മക്കിളി നോക്കിയപ്പോൾ, അയ്യോ, കൂട് കാണാനില്ലല്ലോ, എൻ്റെ കൂട് എവിടെ പോയി? അമ്മക്കിളി എന്താ പറയുന്നത്? അയ്യോ, എൻ്റെ കുഞ്ഞും കൂടും എവിടെ? മഴ പെയ്ത് തോർന്നപ്പോഴേക്കും എൻ്റെ കുഞ്ഞും കൂടും ഒക്കെ നഷ്ടമായോ? എവിടെയാണവർ? ഇവിടെ നോക്കിയേ, പൂരിപ്പിക്കാമോ? കുഞ്ഞിച്ചിറകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വരുന്നു. അപ്പോഴേക്കും കുഞ്ഞിനെണ്ണം വിളിച്ചു പറയുവാണ്, ദേ അമ്മക്കിളി നോക്കിയേ, കുഞ്ഞിച്ചിറക് വീശി വീശി അതാ നിന്റെ കുഞ്ഞിക്കിളി പറന്നു വരുന്നു. കൂട്ടുകാർ കണ്ടോ? കുഞ്ഞിക്കിളി പറക്കാൻ പഠിച്ചു. അമ്മക്കിളിക്ക് ഒത്തിരി സന്തോഷമായി. പറയാമോ? ഓരോരുത്തരുടെയും കൂടുകൾ നോക്കിയ കൂട്ടുകാരെ, ഈ മരം ഒത്തിരി പേരുടെ വാസസ്ഥലമാണ്. കണ്ടായിരുന്നു? കണ്ടു അല്ലേ? ഇവിടെ നോക്കിയേ, ഉറുമ്പുകൾ ഇലകൾ കൊണ്ട് കൂടുണ്ടാക്കുകയാണ്. പക്ഷിയെ നോക്കിയേ, ചില്ലകളിൽ കൂടുകൂട്ടി താമസിക്കുന്നു.
പിന്നെ ദേ ഇവിടെ തേനീച്ചകളെ കണ്ടോ? മെഴുകുകൊണ്ട് വളരെ മനോഹരമായ അറകളൊക്കെയുള്ള കൂടെ അവരുണ്ടാക്കുന്നത്. നമ്മുടെ കാക്കച്ചിയെ കണ്ടോ? കാക്കച്ചി നാരുകൾ കൊണ്ട് കൂടുണ്ടാക്കുന്ന പണിയിലാണ്. പിന്നെ മരത്തിന് താഴെയും ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. അവരെന്തൊക്കെയാ ചെയ്യുന്നത്? പാമ്പ് കണ്ടോ? മാളമുണ്ടാക്കി മണ്ണിനടിയിലാണ് താമസിക്കുന്നത്. പുഴുവും മുയലും എലിയും കുറുക്കനും മറ്റു പല ഉറുമ്പുകളും അതുപോലെ തന്നെ കീരിയുമൊക്കെ മണ്ണ് തുരന്ന് മാളമുണ്ടാക്കിയാണ് കൂട്ടുകാരെ കഴിയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, പറയാമോ? മെഴുകു കൊണ്ടൊരു കൊട്ടാരം, അറകളുള്ളൊരു കൊട്ടാരം, തേനൂറുന്നൊരു കൊട്ടാരം, ആരുടെയാണീ കൊട്ടാരം? കൂട്ടുകാർക്ക് അറിയാമോ മെഴുകു കൊണ്ട് ആരാ കൊട്ടാരം ഉണ്ടാക്കുന്നത്? കൊട്ടാരമെന്ന് പറഞ്ഞാൽ വീടാണ്. മെഴുകുകൊണ്ട് വീടുണ്ടാക്കി, അറകൾ കൊണ്ട് മനോഹരമാക്കി, തേന് കൊണ്ട് നിറച്ച് ആരുടേതാണ് ആ കൊട്ടാരം? അതെ, തേനീച്ചയുടേതാണ് ഈ കൊട്ടാരം. ഇനി ഇവിടെ നോക്കിയേ, പൂരിപ്പിക്കാമോ? നമ്മൾ പറഞ്ഞില്ലേ മണ്ണ് തുറന്ന് മാളത്തിൽ താമസിക്കുന്നവർ ആരൊക്കെയാണ്? ഇവിടെ എഴുതിക്കോളൂ. പുഴുവും പാമ്പും എലിയും മുയലും ഉടുമ്പും കുറുക്കനും കീരികളും മണ്ണ് തുറന്ന് മാളത്തിൽ. കൂട്ടുകാരെ, ഇവിടെ മനോഹരമായൊരു കവിത തന്നിട്ടുണ്ട്. കവിത ഈണത്തിൽ ചൊല്ലാമോ? തുന്നാരം കിളി തുന്നിക്കെട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കെട്ടാൻ നാരുകളല്ലോ നൂല്. തുന്നാരൻ കിളി തുന്നിക്കെട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കെട്ടാൻ നാരുകളല്ലോ നൂല്. നെല്ലോലകളും തെങ്ങോലകളും ചിന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. നെല്ലോലകളും തെങ്ങോലകളും ചിന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറി പണിയുന്നു മരം കൊത്തി. കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറി പണിയുന്നു മരം കൊത്തി. കേടുകൾ തീർക്കാനറിയില്ല കിളിക്കൂടുകൾ പുതുതായി പണിയുന്നു. കേടുകൾ തീർക്കാനറിയില്ല കിളിക്കൂടുകൾ പുതുതായി പണിയുന്നു. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? എന്താ ഇവിടെ പറയുന്നത്? തുന്നാരൻ കിളി കൂടുണ്ടാക്കിയത് എങ്ങനെയാ? ഇലകൾ തമ്മിൽ തുന്നിക്കെട്ടി, ചെറിയ നാരുകളാണ് അവ ഉപയോഗിക്കുന്നത്. തുന്നിക്കെട്ടി ഇലകൾ കൊണ്ട് ഒരു മനോഹരമായ കൂടുണ്ടാക്കിയിരിക്കുകയാണ്. അടുത്തോ, കുരുവികൾ നെല്ലോലകളും തെങ്ങോലകളും ഒക്കെ ചീന്തിയെടുത്ത് മനോഹരമായ കൂടുണ്ടാക്കുന്നു. അപ്പോഴേക്കും മരം കൊത്തി മരത്തിൽ കൊത്തി 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 കൂടുണ്ടാക്കുന്നു. ഇവരുടെ കൂടുകൾക്ക് കേടുപാട് സംഭവിച്ചാൽ ഇവരെന്താ ചെയ്യുന്നത്? പുതുക്കി പണിയുമോ? ഇല്ല, അവർക്ക് കേടുകൾ തീർക്കാൻ ഒന്നും അറിയില്ല. അവർ പുതിയ വീടുകൾ പണിയും. കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണം? ടിക്ക് മാർക്ക് ചെയ്യാം. കൂട്ടുകാരെ, നമുക്ക് വീടുണ്ടാക്കാൻ ഒത്തിരി സാമഗ്രികൾ വേണമല്ലേ? എന്തൊക്കെയാണ്? കല്ല്, മണൽ, സിമൻറ്റ്, പിന്നെയോ പണിക്കാർ വേണം അല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണ്ടേ? ഒത്തിരി കാശും വേണം അല്ലേ? പക്ഷേ നമ്മുടെ കുഞ്ഞിക്കിളികളും കുഞ്ഞി പക്ഷികളുമൊക്കെ എന്താ ചെയ്യുന്നത്? അവർ നാരും ഇലയും പുല്ലും കമ്പും പഞ്ഞിയും ഒക്കെ കൊണ്ട് മനോഹരമായ കൂടുകളാണ് ഉണ്ടാക്കുന്നത്. നോക്കിയേ, ഇവിടെ കണ്ടോ കുഞ്ഞിക്കിളികൾ ഉണ്ടാക്കുന്ന കൂടുകൾ? ഈ പക്ഷി ഏതൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്? അതെ, നാരും കമ്പും കൂടെ ചേർത്തവർ എന്ത് ചെയ്തിരിക്കുന്നു? മനോഹരമായ കൂടുണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത പക്ഷി നോക്കിയേ, ഈ പക്ഷിയോ ഇലയും അതുപോലെ തന്നെ പഞ്ഞിയും കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് അവളുടെ കൂട്. പക്ഷിയെ നോക്കിയേ, എന്തൊക്കെ കൊണ്ടാണ് അവൾ കൂടുണ്ടാക്കിയിരിക്കുന്നത്? നാരും ഇലയും കൊണ്ട് മനോഹരമായി കൂടുണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത പക്ഷിയെ നോക്കിയേ, എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കമ്പും ഇലയും നാരും കൊണ്ട് മനോഹരമായി കൂടുണ്ടാക്കിയിരിക്കുകയാണ്. അണ്ണാനോ
ചകിരിയും അതുപോലെ തന്നെ നാരും പുല്ലും കമ്പും ഒക്കെ കൊണ്ടാണ് നമ്മുടെ അണ്ണാൻകുഞ്ഞ് കൂടുണ്ടാക്കുന്നത്. കണ്ടോ കൂട്ടുകാരെ, വളരെ മനോഹരമായാണ് ഇവരൊക്കെ കൂടുകൾ ഉണ്ടാക്കുന്നതല്ലേ. അവർക്ക് താമസിക്കാൻ, വെയിലേൽക്കാതെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിക്കാനൊക്കെ അവർ ഉപയോഗിക്കുന്നതാണ് ഈ കൂടുകൾ. കണ്ട കൂടുകളെക്കുറിച്ച് പറയാമോ? ഇവിടെ നോക്കിയേ, തൂക്കണാങ്കുരുവിയുടെ കൂട് കണ്ടോ? എല്ലാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അല്ലേ? അതെ, വളരെ മനോഹരമായാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. ചകരികളും ഇലകളും കമ്പുകളും കൊച്ചു കൊച്ചു നാരുകളും ഒക്കെ കൊണ്ട് മനോഹരമായി കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കി അതിലവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അവരുമായി സന്തോഷത്തോടെ താമസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? അതെ, പക്ഷികളും മൃഗങ്ങളും ഒക്കെ കൂടുണ്ടാക്കുന്നുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? മഴ നനയാതെ വെയിലേൽക്കാതെ അവരെ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ ആയിട്ട് അവരുണ്ടാക്കുന്ന കൂടുകളാണ്. അവരുടെ കൂടുകൾ നശിച്ചു പോയാൽ അവരതിനെ പുതുക്കി പണിയുമോ കൂട്ടുകാരെ? ഇല്ല, അവർ പുതിയത് പണിയുമല്ലേ. അവരെന്തൊക്കെ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്? ചില ജീവികളൊക്കെ മണ്ണിനടിയിൽ മാളമുണ്ടാക്കിയാണ് താമസിക്കുന്നത്. എന്നാൽ പക്ഷികളോ ചകരിയും പഞ്ഞിയും കമ്പും നാരും ഇലകളും ഒക്കെ കൊണ്ടാണ് അവർ മനോഹരമായ രീതിയിൽ കൂടുണ്ടാക്കുന്നതല്ലേ. ഓരോരുത്തരുടെയും കൂടുകൾ തമ്മിൽ വ്യത്യാസമില്ലേ? അതെ. അപ്പം നമ്മുടെ തേനീച്ച എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? മെഴുകു കൊണ്ടാണല്ലേ അറകളൊക്കെ ഉണ്ടാക്കി അതിൽ തേന് നിറച്ച് മനോഹരമായ രീതിയിലാണ് തേനീച്ചകൾ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? കഥയും കവിതയും ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്